മക്കളെ, എന്തെല്ലാം ഉണ്ട് വിശേഷം? നിക്കും മക്കൾക്കും ഇക്കാക്കും വരാനിരിക്കുന്ന എല്ലാ ഇക്കാർക്കും പിന്നെ മന്ദബുദ്ധികളായി തീരുന്ന ജനങ്ങൾക്കും ഇവറ്റകളുടെ വീഡിയോകൾ കണ്ട് സ്വയം പറ്റിക്കപ്പെട്ട് സ്വന്തം ഭാര്യമാര് തിന്നാനുള്ള പണം, സ്വന്തം മക്കള് തിന്നാനുള്ള പണമൊക്കെ കൊണ്ടുവന്ന് ഇവറ്റകളുടെ കുട്ടുകത്തിന്റെ അകത്തേക്ക് കുത്തിത്തിരിക്കുന്ന മന്ദബുദ്ധികളായ ജനങ്ങൾക്കും ഒക്കെ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എന്തിനാണ് ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് അറിയാമോ? നമ്മുടെ അൽ ഉഡായിപ്പുമ്മ എന്റെ അന്നദാതാവ് എന്നാണ് അവൾ വരുത്തി തീർക്കുന്നത്. എന്റെ അന്നദാതാവ് കുറച്ചേറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടിയും പിന്നെ മന്ദബുദ്ധികളായ ജനങ്ങൾ ആയ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാമെങ്കിലും പിന്നെയും ഏതെങ്കിലും ഒരാള് രക്ഷപ്പെട്ടാൽ അത്രയും നല്ലതല്ലേ എന്ന് ആലോചിച്ച് ഞാൻ പറയുന്നതാണ്. മക്കളെ, നമ്മൾ ഉഡായിപ്പുമ്മാന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്ന? അതായത് നമ്മളെ ഷെരീഫ് നമ്മളെ പിന്നെ ഷാജിദ ഷാജിനെ എടുത്തിട്ട് അലക്കിയപ്പോ അതിനേക്കാൾ വലിയ അലക്കലുമായി വന്നു നമ്മുടെ ഷാജിദ ഷാജി. എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇവറ്റകളൊന്നും നന്നാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവറ്റകളൊന്നും, കാരണം ഇവരൊക്കെ മതം വിറ്റ് തിന്നുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ശവശരീരം വരെ വിറ്റ് തിന്നുന്ന ഇവറ്റകളൊന്നും നന്നാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവരൊക്കെ നന്നാവും, അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൊടുത്താൽ എന്തോ വലിയ പുണ്യം കിട്ടും എന്ന് വിചാരിക്കുന്ന നിങ്ങളൊക്കെയാണ് മന്ദബുദ്ധികളെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ വീഡിയോയില് ഷാജിദ ഷാജി നജില എന്ന് പറഞ്ഞ് നജിലേനെ എടുത്തിട്ട് പൊക്കിയത് കണ്ടപ്പോ, അയ്യോ എന്റെ ഉമ്മ അങ്ങോട്ട് വന്നില്ലേ ഒരു വരവ്. ആ വരവില് എന്റെ പൊന്നി ചങ്ങായികളെ എന്റെ ഐഷൂട്ടിനെ എടുത്തിട്ട് അലക്കുന്നതുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ അതുകൊണ്ട് പറയണമെന്ന് തോന്നി. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഏതെങ്കിലും വഴി കൂടി പോകാൻ നോക്കിയാലും ഇങ്ങോട്ട് വലിക്കും. ഇവിടെ പോകരുത്, ഇങ്ങോട്ട് പോ, എനിക്ക് റീച്ച് കിട്ടണമെങ്കിൽ നീ ഉണ്ടാവണം. എന്റെ പൊന്നു മീനെ, എനിക്ക് റീച്ച് കിട്ടണമെങ്കിൽ നീ ഉണ്ടാവണം. ഞാൻ പറയും എന്നെ വിറ്റല്ലേ നീ തിന്നെന്ന്, പക്ഷെ എനിക്ക് റീച്ച് കിട്ടണമെങ്കിൽ നീ വേണം. നീ ഒരിടത്തും പോകരുത്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ആരും കാണുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റീച്ച് അല്ല വിഷയം, എനിക്ക് ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ അൽ ഉഡായിപ്പുമ്മ ഈ ഭയങ്കരമായ ഒരു വീഡിയോ ചെയ്തപ്പോ അതിൽ അറിയാതെ കുറച്ച് സത്യങ്ങൾ വന്നു. പൊന്നു മക്കളെ, നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്ന? ഞാൻ കേട്ടു. എനിക്കാണെങ്കിൽ പിന്നെ ഈ സത്യം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലായിടത്തും പറയണം. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സ്ത്രീകളുടെ സ്വതവേ ഉള്ള ഒരു സ്വഭാവമാണ്. ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാരും വിളിച്ചിരുത്തി കേട്ടാ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല. ആ സ്വഭാവം എനിക്കുണ്ടടാ. അതുകൊണ്ട് എല്ലാരും ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും അല്ലുടായിപ്പുമ്മയുടെ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? എനിക്ക് വയ്യ. എടാ, ആ അല്ലുടായിപ്പുമ്മയുടെ ആ വീഡിയോയില് ഒരു സത്യം പറയണം. അതായത് ഇവര് വീട്ടിന്റെ ഫ്രണ്ടിൽ രണ്ടുപേരും കൂടി 2 ലൈവ് ഇട്ട് കാമുകനും ഇവളും ഒക്കെ കൂടി കുഞ്ഞ് അല്ലടാ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ലൈവ് അങ്ങോട്ടും ഇങ്ങോട്ടും താറുമാറനെ ഇട്ട് ജനങ്ങളെ പൊട്ടരാക്കുന്നതിന്റെ ഇടയിൽ ഈ ലൈവിൽ പെട്ടുപോയ 2 വ്യക്തികളുണ്ട്. അതായത് ഇവളുടെ ഉമ്മയും ഉപ്പയും. അത് ലോകമണ്ടന്മാരും മണ്ടിയുമാണ്. ലോകമണ്ടരും മണ്ടിയുമാണ് ഇവളെ ഉപ്പയും ഉമ്മയും എന്ന് പറയണത്. സംഭവം ഈ ഉപ്പാനെയും ഉമ്മാനെയും മന്ദബുദ്ധികളാക്കിക്കൊണ്ട് ഇവളുടെ പ്രസവം എടുക്കുക എന്നുള്ളതാണ് ഇവളുടെ ഉഡായിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സ്ത്രീയുടെ ഉഡായിപ്പിന് വീണു പോകുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ ഉഡായിപ്പ് ഉമ്മയുടെ ഉഡായിപ്പുകളിൽ വീണു പോകുന്നവർ എന്ന് പറയുന്നത് ഇവരെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ ഇവരുടെ വീഡിയോസ് കാണുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഇവര് പറ്റിക്കുന്നത്. അതുപോലെ ഇവളുടെ ദയനീയ അവസ്ഥയിൽ ഇവൾക്ക് സഹായവുമായി എത്തിയ ഇവളുടെ തന്നെ ഉമ്മയെയും ഉപ്പയെയും നല്ല സുന്ദരമായിട്ട് പറ്റിച്ച ഒരു കഥ അവൾ ഇന്നത്തെ വീഡിയോയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സംഭവം ലൈവ് ഇവര് പിന്നെ പ്രൈവറ്റ് ഇവര് ഡിലീറ്റ് ചെയ്തു.
ഇത് സംഭവം ലൈവ് ഈ പിന്നെ ഷാനിന്റെ വീഡിയോ ഒന്നും അല്ലുടായി പുമ്മയുടെ വീഡിയോ പിന്നെ ചാനലിൽ നിന്നും ഇവര് ഡിലീറ്റ് ചെയ്തു. ഈ ലിങ്ക് പറന്നാണ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയത്. ഈ ഷെയർ ചെയ്ത ലിങ്കിൽ ഇന്ന് ടച്ച് ചെയ്താലും കാണുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്ത വ്യക്തി അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈവറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതല്ല. ഡിലീറ്റ് ചെയ്ത കണ്ടന്റിന് എങ്ങനെ സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. ഒരുത്തി പറയാനുണ്ട്. പിന്നെ സ്ട്രൈക്ക് കൊടുക്കാം. എന്താ ഈ വീഡിയോ നമുക്ക് നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലിൽ വീണ്ടും റീലോഡ് ചെയ്യാം. അതായത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാധനം ഞാൻ എടുത്ത് ഷോർട്സ് ആയിട്ട് ഇട്ടു. ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്ത് ഇടുമ്പോ എന്റെ കണ്ണില് ഇത് കാലാകാലം എന്റെ ചാനലിൽ കിടക്കണമെന്നുള്ളതല്ല എന്റെ വിഷയം. ഇവിടെ ഇത് പ്രമുഖ ചാനലുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവരെടുത്ത് റിയാക്ട് ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്റെ സംഭവം, എന്റെ ഉദ്ദേശം തന്നെ ഇവരുടെ ഉടായ്പകൾ ജനങ്ങൾ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ അല്ലുടായ്പുമ്മ എങ്ങനെയാണ് ഉമ്മാനെയും ഉപ്പാനെയും പറ്റിച്ചതെന്ന് അറിയാമോ? ഉമ്മാനെയും ഉപ്പാനെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവള് പെരുത്ത ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വായിക്ക, ഇവിടെ വന്ന് കിടന്ന് ബഹളം വേയിക്ക. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനെയും ഉപ്പാനെയും വിളിച്ചു വരുത്താം അപ്പൊ അവരുടെ മുന്നിൽ നിങ്ങള് നാടകം കളിക്കൂ എന്നിട്ട് ഇക്ക എന്ത് ചെയ്യണം? ഇക്ക മാറി നിക്കണം. എന്നാലേ ജനങ്ങൾ വിശ്വസിക്കുമോ, എന്നാലേ ജനങ്ങള് പാവം പിടിച്ച ഗർഭിണിയായ പാവം പിടിച്ച എനിക്ക് എന്ത് ചെയ്യും? പൈസയും തരും, എന്റെ പ്രസവം ഒരു കൂലിയും കൊടുക്കാതെ എന്റെ പെറ്റും എടുത്തു തരുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നാടകം കളിപ്പിച്ചപ്പോ ആ ലൈവിൽ അറിയാതെ പെട്ടുപോയ ഉമ്മാന്റെ ഉപ്പാന്റെ വീഡിയോ കണ്ടപ്പോ ഇവര് ആ ലൈവ് അങ്ങ് പ്രൈവറ്റ് ചെയ്തു. പക്ഷെ നമ്മളോടെ നമ്മളാരാ മക്കള്, നമ്മളത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എത്തിക്കാത്ത ഈ കാണാത്ത ആളുകളുണ്ടല്ലോ. നമ്മളിപ്പോ ഒരാള് ലൈവ് ഇടുമ്പോ ആ ലൈവിന്റെ സമയത്ത് നമുക്ക് എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ലൈവ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചെന്ന് നോക്കുന്നത്. അപ്പൊ ഈ ലൈവ് കാണൂല. അപ്പൊ ഈ കാണാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സഹായം ചെയ്യും. എങ്ങനെ സഹായം ചെയ്യും? അത് പബ്ലിഷ് ചെയ്ത് കൊടുക്കും. ആ വീഡിയോ ആരാണ് പബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അല്ലെ എന്തോ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്റെ പൊന്ന് അല്ലുടായിപ്പുമ്മ, നീ ഭീഷണിപ്പെടുത്തി നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോ? നീ മറ്റുള്ളവരെ പരിഹസിച്ച് എടി നീ എന്റെ ഗർഭാവസ്ഥയെ പരിഹസിച്ച് നീ ഗർഭിണിയായി. ആ ഗർഭാവസ്ഥയിൽ ഞാൻ അന്തസ്സോടെ എന്റെ സുഖമില്ലാത്ത ഭർത്താവിനെയും എന്റെ പറക്കമുറ്റാത്ത 5 മക്കളെയും 2 കൈകൾ കൊണ്ട് കൂട്ടിയിണക്കി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തടി എന്ന് പറഞ്ഞപ്പോ നീ അത് പരിഹസിച്ചു. നിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടാ? നിനക്ക് ജന്മം ചെയ്താലും ഞാൻ ആ ചെയ്ത കാര്യം ചെയ്യാൻ നിനക്ക് പറ്റുമോ? നിന്റെ മക്കളെ ഒരു നേരത്തെ ആഹാരം നിനക്ക് ജോലി ചെയ്ത് നിന്റെ മക്കളെ തീറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റുമോടി? അതാണ് പടച്ച തമ്പുരാൻ വലിയവൻ അതേ അവസ്ഥയിലൂടെ നിന്നെ കൊണ്ടുപോകുന്നു. അപ്പോഴും നീ ആളുകളുടെ മുന്നിൽ ഇരക്കുന്നു. ഈ കുഞ്ഞിന് തന്തയില്ലേ? തന്തയുണ്ട്. തന്തയുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ച് ആ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള യോഗമുണ്ടോ നിനക്ക്? ഇല്ല. അപ്പൊ നീ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോ നീ മൊത്തത്തിൽ ഫ്ലോപ്പായ ഒരു വ്യക്തിയാണ്. എന്നിട്ട് വന്നിരുന്നു ഗുണ്ടായുസമോ എമ്മാതിരി ഗുണ്ടായുസം. എന്റെ വീഡിയോ ആരടിച്ചോണ്ട് പോയി? ഞാൻ അടിച്ചോണ്ട് പോയി. ആ വീഡിയോ അടിച്ചു കൊണ്ടുപോയ വ്യക്തി ഞാൻ. മോളെ അല്ലുടായിപ്പൊമ്മേ, നിന്റെ ഉടായിപ്പ് കംപ്ലീറ്റ് ഞാൻ പൊക്കും എന്ന് പറഞ്ഞ പൊക്കി. നീ 1 വർഷം കൊണ്ട് നീ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന നിന്റെ റിലേഷൻ നിന്റെ വീട്ടിന്റെ അകത്തുനിന്ന് നാട്ടുകാരെ പൊക്കിയത് നാട്ടിലറിയിച്ചതാരാ? ഞാൻ. നീ ഭീഷണിപ്പെടുത്തി എന്നല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞ? എന്നെ ഒരു പറ്റിയ ഇല്ല, നീ പൊക്കും. അപ്പൊ അതില് അറിയാതെ പറഞ്ഞ മറ്റൊരു സത്യമുണ്ട്. അതായത് ഈ ലൈവൊക്കെ കഴിഞ്ഞ് ഉമ്മയും ഉപ്പയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ മുന്നേ ശമിക്കണോ, ആ ഫോണിന് തയ്ക്കണോ, നെല്ലിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണ് പിടിച്ച് വാങ്ങിച്ച് അതിൽ നിന്ന് ലൈവ് ഡിലീറ്റ് ആക്കി എന്ന്. ഇവിടെ ഇമാതിരി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ കുഞ്ഞ് എന്റേതല്ല, നിന്റേതല്ല, മറ്റവന്റേതല്ല, മറിച്ചവന്റേതല്ല എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി ആരുടെ ഫോണ് വാങ്ങിച്ചു? ഈ പറയുന്ന ഷാനിന്റെ ഫോൺ വാങ്ങിച്ചു. രണ്ടെണ്ണം അഭിനയല്ലേടായി, രണ്ടെണ്ണം നന്നായിട്ട് അഭിനയിക്കല്ലേടായി. അങ്ങനെ അഭിനയിച്ച് ഫോൺ വാങ്ങിച്ച് അതിൽ നിന്ന് ലൈവ് കട്ട് ചെയ്തു. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ അവന്റെ ഉമ്മാനെ വിളിച്ചാലും വരും. ഇങ്ങനെയല്ലല്ലോ മോളെ നീ ലൈവിൽ പറഞ്ഞത്. ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പിന്നെ ഷാനിന്റെ വീട്ടിൽ നിന്ന് ഉമ്മയായിരുന്നാലും ഷാന് വന്നാലും ഒരു മനുഷ്യന് എന്റെ ശവവും എന്റെ കുഞ്ഞിന്റെ ശവവും കാണിക്കരുതെന്ന് ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ നീ തന്നെ ഇപ്പൊ വീഡിയോയിൽ പറയുന്നത് ഞാനിപ്പൊ ഷാനിന്റെ ഉമ്മാനെ വിളിച്ചാൽ ഷാനിന്റെ ഉമ്മ പാഞ്ഞു വരും, എനിക്ക് ഷാനിന്റെ ഫോണും കൊണ്ടുവന്ന് തരും, ഷാനിന്റെ ഫോണിൽ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ലിങ്ക് കയറി ഒന്ന് നോക്കാം, അത് ഡിലീറ്റ് ആണ്, ഡിലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ നീ വിളിച്ചാല് നീ വിളിക്കും, നീ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ നീ വിളിക്കും, നീ വിളിച്ചില്ലെങ്കിലും അവൻ വരും. അപ്പം പാർട്ട് 4 എന്താ, പുലി വരുന്നേ പുലിയുടെ സീസൺ 3 അവസാനിക്കാറായി മക്കളെ. സീസൺ 3 അവസാനിക്കാറായി. ഇപ്പൊ 7ാം മാസത്തിൽ ഒരു പ്രസവം നടക്കും. 7ാം മാസത്തിൽ ഒരു പ്രസവവും നടക്കും. വീണ്ടും വന്നിരുന്ന് നാട്ടുകാരെ തെറി വിളിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് കാര്യം. അപ്പോ ഈ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിയും ഒരുപാട് രൂപകൾ ഈ പുള്ളിക്കാരിക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കായ് സ്വാഫിയത്തും ഒക്കെ നൽകണേ എന്ന് ഞാൻ ദുആ ചെയ്യും മക്കളെ. കാരണം നിങ്ങൾ പറ്റിക്കപ്പെടണം, നീയൊക്കെ പറ്റിക്കപ്പെടാൻ വേണ്ടി ജീവിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് നിന്നെയൊക്കെ ഇവള് പറ്റിക്കണം. ഇവിടെ മന്ദബുദ്ധികളാകുന്നതിന് ഒരു പരിധിയില്ലേടെ, ഒരു പരിധിയില്ലേ? സത്യത്തിൽ ഇവളെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇവളുടെ കളവുകൾ അറിയാവുന്ന ഞങ്ങളൊന്നും ഇവക്ക് പറ്റിക്കാൻ പറ്റൂല, ഞങ്ങളൊന്നും പറ്റിക്കപ്പെടുന്നുമില്ല. ഇവള് പറയുന്ന ഈ നുണകൾ വിശ്വസിച്ചുകൊണ്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണടെ. അതായത് ഇവളെ വിശ്വസിക്കുന്ന, ഇവളെ സ്നേഹിക്കുന്ന, ഇവളൊരു കരഞ്ഞ് നിലവിളിച്ചൊരു ലൈവ് ഇട്ടാ അവിടെ ചെന്ന് അയ്യോ കരയിലിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കണ്ണും കൈയും കാലും മൂക്കും എല്ലാം കൂടി പിഴിഞ്ഞു കൊടുക്കുന്ന നിന്നെയൊക്കെ എന്ത് സുന്ദരമായിട്ടാണ് ഇവള് പറ്റിക്കണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. എമ്മാതിരി എനിക്ക് വയ്യ. ഇനി ഒരു കാര്യമുണ്ട്. ഈ ഉടായിപ്പുമ്മ തലേന്ന് ഇന്നലെ ഞാൻ അങ്ങാണ്ട് ഒരു വീഡിയോ പിന്നെ ലൈവില് ചോദിച്ചിരിക്കുന്ന 23-ാം തീയതിയാണ് ഇന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി, എന്നെ വിറ്റ പൈസ നിനക്ക് കിട്ടിയോടീ എന്ന്. എവിടെ നിന്റെ വീട്ടിന്റെ അടുക്കളപ്പുറത്ത് കയറി നിന്റെ വീട്ടിന്റെ അകത്തുനിന്ന് ഞാൻ ഒളിച്ചെടുത്തോണ്ട് വന്ന സാധനമല്ലല്ല, നീ കൊണ്ടുവന്നിട്ട, നീ കച്ചവടം ചെയ്ത സാധനം, നീ കച്ചവടം ചെയ്ത നിന്റെ വികാരങ്ങളും നിന്റെ കാര്യങ്ങളും നീ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട സാധനമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്തത്. എടാ, ഈ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഡേറ്റ ചിലവാക്കുന്നുണ്ട്, എന്റെ സമയം ചിലവാക്കുന്നുണ്ട്. ഈയിടെ ഇങ്ങനെ കിടന്ന് സംസാരിക്കണമെങ്കിൽ എന്റെ വയറ് വരെ വേദന എടുക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ എന്റെ ഈ എനർജി ഞാൻ കളയില്ലേ? ഇതിന് എനിക്ക് യൂട്യൂബ് തരുന്നതാണ് ഈ വരുമാനം എന്ന് പറയുന്നത്. വരുമാനം കിട്ടിയുടെ 22,000 രൂപ വരുമാനം കിട്ടി. എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, എനിക്ക് യൂട്യൂബിൽ നിന്നും സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല എന്ന്? വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, എന്റെ ഡേറ്റ കളഞ്ഞ് എന്റെ വീട്ടിൽ ഞാൻ എത്ര ലൈറ്റുകളാണ് വാങ്ങിച്ചു വെച്ചേക്കണെന്നറിയാമോ? പൈസ മുടക്കി ഞാൻ ലൈറ്റ് വാങ്ങിച്ച് എന്റെ റൂമിൽ എന്റെ മക്കളെയൊക്കെ ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്നാക്കി എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള സമയം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് യൂട്യൂബ് തരുന്നതാണ് ഈ എമൗണ്ട് എന്ന് പറയണത്. നീയൊക്കെ, അതായത് നിന്നെയൊക്കെ ആരെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഒരു വർത്താനം എന്ന് പറയുന്നത് പച്ചയിറച്ചി തിന്നുന്നില്ല, നീയൊക്കെ പച്ചയിറച്ചി തിന്നിട്ടല്ലേ വയറ് നിറയ്ക്കണേന്ന്. എടാ, ഈ ഇറച്ചിയൊക്കെ വേവിച്ച് തിന്നാൻ എപ്പോ പഠിപ്പിച്ചത്, എപ്പോ പഠിച്ചു തുടങ്ങിയത്? ആദിമകാലത്തുള്ള മനുഷ്യരടക്കം, അതായത് നമ്മളെ പൂർവികന്മാരൊക്കെ ഇറച്ചി പച്ചയ്ക്ക് തിന്ന് ശീലമുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പച്ചയിറച്ചി തിന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾ അങ്ങ് ഒരുപാട് അങ്ങ് ഉയരത്തിൽ കയറണ്ട. ചില ഇറച്ചികൾ പച്ചയ്ക്ക് തിന്നണം, ചില ഇറച്ചികൾ പച്ചയ്ക്കാണ് തിന്നേണ്ടത്. അപ്പോ അതാണ് വേറൊരു വിഷയം. ഈ പച്ചയിറച്ചി തിന്നുന്ന എന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് മുമ്പ് പിന്നെ വഴിയിൽ ഒരാള് കിടന്നുറങ്ങുന്നു. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും പ്രവാചകന്റെ സ്വഹാബികളും ഒക്കെ കൂടി നടന്നു പോകുന്ന സമയത്ത് കൂട്ടത്തിൽ നിന്ന ഒരു സ്വഹാബി അവൻ കിടന്നുറങ്ങുന്ന നോക്കിക്കാണ് എന്ന് പറഞ്ഞു. അതായത് അയാൾ കേൾക്കാതെ അയാൾ കിടന്നുറങ്ങുന്നത് നോക്ക് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവൻ പിന്നെ മറ്റൊരാളുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയി, ഭാര്യ അടിച്ചുകൊണ്ട് പോയി, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്നൊന്നും അല്ല പറഞ്ഞത്. അയാൾ പോലും അറിയുന്നില്ല അയാളെ കുറിച്ച് ഈ സ്വഹാബി ഇങ്ങനെ പറഞ്ഞത്. അവൻ കിടന്നുറങ്ങുന്ന നോക്ക്, അവിടെ കിടന്നുറങ്ങുന്നത് നോക്ക് എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരൊരു വിരുന്നിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവര് വിരുന്നിന് പോയപ്പോ അവിടെ ആ വീട്ടില് ചോറ് വിളമ്പുന്നതിന്റെ കൂട്ടത്തിൽ ഇറച്ചി വിളമ്പുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഇറച്ചി വിളമ്പണ്ട, നിനക്ക് ഇറച്ചി വിളമ്പേണ്ട കാര്യമില്ല, കാരണം നിന്റെ വായിൽ ഞാൻ പച്ചമാംസം മണക്കുന്നു എന്ന്. അതായത് ആ പുള്ളിക്കാരൻ പറഞ്ഞ ആ കാര്യത്തിനെയാണ് പച്ചമാംസം കഴിച്ചു എന്ന് പ്രവാചകൻ പറഞ്ഞത്. അയാൾ കേൾക്കാതെ അയാൾ അറിയാതെ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അയാൾ കിടന്നുറങ്ങുന്നതിന് പരിഹാസപൂർവം പറഞ്ഞു. നിങ്ങൾ കേൾക്കുകയാണ് പറയുന്നത്. ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന ഞങ്ങൾ ഒരാളിനെ അറിയാതെ അയാളെ കുറിച്ച് പറയുകയല്ല ചെയ്യുന്നത്. നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഭാഷയിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലും നിങ്ങൾ കേൾക്കുന്ന സ്ഥലത്തുമാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ അതെങ്ങനെയാണ് പച്ചയിറച്ചിയാവുന്നത്? പിന്നെ അതെങ്ങനെ പച്ചയിറച്ചി കഴിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? ഇത്രയേറെ നിങ്ങളെ വിമർശിച്ചിട്ടും നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനോ അത് തിരുത്താനോ നിങ്ങൾ റെഡിയല്ല. നിങ്ങൾ കാരണം ഒരു സമൂഹം തന്നെ അപകടത്തിലാകുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ റിയാക്ഷനെ നിങ്ങൾ പച്ചയിറച്ചി തിന്നുന്നു എന്ന ഒരു കാര്യം കൊണ്ട് മൂടിക്കെട്ടാൻ നോക്കണ്ട. ഇനിയും പറയും. കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അത് അത്രയും നല്ലത് എന്ന് കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ. നിങ്ങൾക്ക് ചെയ്യുന്ന എന്ത് അക്രമവും കണ്ടിട്ട് കാണാതെ മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ തന്തയല്ല ഞങ്ങളെ തന്ത, മനസ്സിലായ? ഇനി വേറൊരു കാര്യം പറയാം. എടീ ഭന്നെ പറട്ടെ, നീ എന്റെ സുഹൃത്തായ ഐഷാ നെഹ്റെ തോളിലോട്ട് ചെന്ന് കയറുന്നു. നീ എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ തോളിൽ ചെന്ന് കയറുന്നു. നിനക്കറിയാത്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നീ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു, നീ പ്രസവിക്കാൻ റെഡിയായി നീ ഇരിക്കുമ്പോ നിന്റെ കൂടെ നിന്റെ പെറ്റുമ്മയില്ല, നിന്റെ സുഹൃത്തുക്കൾ, നീ പറയുന്ന നിന്റെ സുഹൃത്തുക്കളില്ല. നീ ഇപ്പോഴും തെരുവിൽ വന്ന് കിടന്ന് 1 രൂപയ്ക്ക് 100 രൂപയ്ക്ക് നീ പിച്ച തണ്ടുകയാണ്, നീ ഭിക്ഷ എടുക്കുകയാണ്. അതായത് നീ പറയുന്നു നീ വലിയ യൂട്യൂബറാണ്, നിന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നിനക്ക് ഒന്നുമില്ല. നിനക്കൊരു നല്ല സുഹൃത്തില്ല, നിനക്കൊരു നല്ല കുടുംബമില്ല. നിനക്ക് എന്തിനധികം പറയുന്ന നീ പെറ്റി പോറ്റി വളർത്തുന്ന നിന്റെ മക്കൾക്കൊരു സംരക്ഷകനില്ല, നീ പോലുമില്ല. നീ വേവിച്ച് വെക്കുന്ന മുതല് തിന്നാൻ ആ മക്കൾക്ക് യോഗമില്ല, ആ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഭാഗ്യമില്ല. അത്രയും കഴിവ് കേടിയാണ് ആ മക്കളടക്കം നിന്റെ കൂടെ ജീവിക്കുന്നത്. അപ്പൊ നിനക്കില്ല, നിനക്ക് അങ്ങനെ ഒരു സുഹൃത്തിനെ പോലും സമ്പാദിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. നീ എന്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ നീ വരുന്നു. ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ ബന്ധങ്ങളെ തകർക്കാൻ നീ ശ്രമിച്ചു, ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞാനാണ് ഈ ഒരു അവസ്ഥയിലെങ്കിൽ എന്റെ കണ്ണിൽ നിന്നും എന്റെ കണ്ണുനീർ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ സുഹൃത്തുക്കൾ എന്റെ മുന്നിലെത്തും. എന്റെ പാദം ഒരു കല്ലിൽ തട്ടിയാൽ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം എന്റെ സുഹൃത്തുക്കൾ എന്റെ മുന്നിലെത്തും, എന്റെ മക്കൾ എന്റെ മുന്നിലെത്തും, എന്റെ ഭർത്താവ് എന്റെ മുന്നിലെത്തും, എന്റെ ഉമ്മ എന്റെ മുന്നിലെത്തും, എന്റെ പരിസരം എന്റെ മുന്നിലെത്തും, എന്റെ നാടെന്റെ മുന്നിലെത്തും. തട്ടി വീഴാൻ അനുവദിക്കാത്തവണ്ണം അവരെന്നെ പൊന്തിച്ചു നിർത്തും. എന്നെ അവരുടെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് പൊതിയും. അതാണ് ഞാൻ സമ്പാദിച്ചെടുത്തത്.
നീ പറയുന്നില്ലേ നീയൊക്കെ എല്ലാവരും ഇങ്ങനെ എന്നെ പരിഹസിക്കുന്ന ഒരു രീതിയുണ്ട്, നിനക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടോടി, നിനക്കെന്ത് സമ്പാദ്യമുണ്ടടി? ഇതാണ് എന്റെ സമ്പാദ്യം, നിനക്കില്ലാത്തത്, നിനക്കൊന്നുമില്ലാത്തത്. നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, കുറെ സ്വർണം ഉണ്ടാക്കാൻ പറ്റും, ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും, കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നിനക്ക്, ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും. ഒരു ചാരിറ്റി നടത്തി ഉണ്ടാക്കിയ, മറ്റുള്ളവന്റെ അസുഖം കാണിച്ചും മറ്റുള്ളവന്റെ ദാരിദ്ര്യം കാണിച്ചും നീ നേടിയെടുത്ത സമ്പത്താണ്. നിന്നെ കൊണ്ടോ നിന്റെ മക്കളെ കൊണ്ടോ പടച്ച തമ്പുരാൻ തിന്നിച്ചില്ല. അതൊരു കുടിയൻ വന്ന് തീർത്തു, അതൊരു കുടിയൻ വന്ന് തീർത്തു. നീ എമ്മാതിരി ഇനി യൂട്യൂബിൽ കിടന്ന് അലഞ്ഞാലും ശരി, 5 or 10 ആരെങ്കിലും തന്നാലായി. പക്ഷെ നീ ആ പറ്റിച്ചെടുത്തതുണ്ടല്ലോ, ചാരിറ്റി വഴി നീ പറ്റിച്ചെടുത്തത് നിനക്കിനി സമ്പാദിക്കാൻ പറ്റൂല. അപ്പോ ഞങ്ങളുടെ പിന്നാലെ വന്ന് ഞങ്ങളെ അപമാനിക്കുമ്പോഴും ഞങ്ങളെ എന്തോ ഭയങ്കര ഭീഷണിപ്പെടുത്തി നീ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നു എന്ന് പറയുമ്പോഴും, എടി നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരിയായവളാണ് ഞാൻ. എന്നെയാണ് നീ ഭയപ്പെടുത്തുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. നിന്നെ അമ്മാതിരി കൊന്നെന്ന് മാത്രമല്ല, നിന്നെ കൊന്ന് കൊല്ലം വിളിച്ചവളാണ് ഞാൻ. നിന്നെ കൊന്ന് കൊല വിളിച്ച് പണ്ടാരടക്കി കളഞ്ഞവളാണ് ഞാൻ. ആ എന്നെയാണ് വീണ്ടും എന്റെ ലൈവ് ആരെടുത്തോണ്ട് പോകുന്നു? ഇനിയും എടുത്തോണ്ട് പോയി, ഇനിയും എടുത്തോണ്ട് പോകും. അത് മാത്രമല്ല, നിന്റെ കളവുകൾ, നീ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ നീ ഇപ്പൊ വിളിച്ച ആ ഫോണും കൊണ്ട് നിന്റെ അടുത്ത് അവൻ വരും. ചുമ്മാതാണോടെ? ഇത്രയും ഒരു ദ്രോഹം അവന്റെ അടുത്ത് ചെയ്തിട്ടും അവൻ സൈലന്റ് ആയി ഇരിക്കുന്നുണ്ട് എങ്കിൽ രണ്ടെണ്ണം തമ്മിലുള്ള കളിയല്ലേടെ, കളിയല്ലേ? അതെന്ന് അവള് തന്നെ അവളുടെ വായിൽ നിന്ന് പുറത്തു വിട്ട്. എടാ ഇതിനെക്കാളും നീയൊക്കെ പോയി തിന്നടേ. നീ ഇതിനെയൊക്കെ കാട്ടിലും നീയൊക്കെ പോയി തീട്ടമായി തിന്നടേ. ജനങ്ങൾക്കാണ് അടിക്കേണ്ടത്, ജനങ്ങളെയാണ് അടിച്ച് ശരിയാക്കേണ്ടത്. എന്തിനടേ? എനിക്ക് ഭ്രാന്ത് വരുന്നു.